സൂപ്പറായിട്ടുള്ള റിസൾട്ടുണ്ട്. സൂപ്പർ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരു സൈഡിൽ ഞാൻ മസാജ് കൊടുത്തിരിക്കുന്നു, മറ്റേ സൈഡിൽ മസാജ് കൊടുത്തിട്ടില്ല. മസാജ് ചെയ്ത സൈഡ് നല്ലൊരു ഗ്ലോയും ഒരു ഫ്രഷ്നെസ്സും നല്ല ഒരു എന്താ പറയുക ഒരു ഉണർവും കിട്ടിയിട്ടുണ്ട് ആ ഫേസിൻ്റെ ആ ഒരു സൈഡ് മാത്രം. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി വന്നിട്ട് നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഈ വ്യത്യാസങ്ങളൊന്നും ലോങ് ലാസ്റ്റിംഗ് അല്ല. നമ്മൾ ഡെയിലി റുട്ടീനിൽ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെപ്പോഴും എന്ത് മസാജസ് കൊടുക്കുന്നുണ്ടെങ്കിലും മോയ്സ്ചറൈസ് ചെയ്യണം. ഇത് നമ്മുടെ ഫേസിൻ്റെ പഫിനെസ് റെഡ്യൂസ് ചെയ്യുന്നതിന്, നമ്മുടെ ഫേസ് ഇങ്ങനെ ഇടുമ്പിച്ച് നീര് വെച്ചൊക്കെ ഇരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ റിങ്കിൾസ് കൂടും, സ്കിന്ന് സാഗാവും, മസിൽസ് ആകാവും. അതൊക്കെ കുറയ്ക്കാനും നമുക്ക് നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വണ്ണം കൂടുന്നതനുസരിച്ച് അങ്ങനെ പല പ്രശ്നങ്ങളനുസരിച്ച് നമ്മുടെ മുഖത്ത് പ്രായം കുറച്ച് കാണിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ നമ്മുടെ യങ് ഒരു ഫേസ് നിലനിർത്താൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ നോസിൻ്റെ രണ്ട് സൈഡിലുമുള്ള പ്രഷർ പോയിന്റിൽ നമ്മൾ റൊട്ടേറ്റിംഗ് മസാജാണ് ആദ്യം കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു പോയിന്റ് സ്റ്റിമുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം കേട്ടോ. നമ്മൾ അതൊരു 3 സെറ്റായിട്ട് ചെയ്യുന്നത്. 10 ടൈംസ് റൊട്ടേറ്റിംഗ് കൊടുക്കുക, പിന്നെ ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക, പിന്നെയും 10 ടൈംസ് റൊട്ടേറ്റിംഗ് മസാജ് കൊടുക്കുക, പിന്നെയും ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അങ്ങനെ 3 സെറ്റ് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു മസാജ് നമ്മുടെ നൈറ്റ് റൊട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്കത് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് കൂടുതൽ വേണ്ട. ആക്ച്വലി നമ്മൾ എന്തായാലും നൈറ്റ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നെക്കൊക്കെ നമുക്കൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട് അല്ലേ, എന്തെങ്കിലും ഓയിൽ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ ഈ ഒരു മസാജും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല യങ്ങായിട്ട് നിൽക്കും കേട്ടോ. ഇതിനെതിരെ പറയുന്ന ആളുകളുണ്ട്, പക്ഷേ നിങ്ങളതല്ല. നമ്മൾ ബോഡി എക്സസൈസ് ചെയ്യുന്ന പോലെ നമ്മുടെ ഫേസ് മസിൽസിന് എക്സസൈസ് വേണം, ലിംഫാറ്റിക് ഡ്രെയിനേജ് വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ ഓവർ പ്രഷർ കൊടുക്കരുത് എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിക്കുക. മോയ്സ്ചറൈസ് ചെയ്യുന്ന കാര്യവും ശ്രദ്ധിക്കുക. വേറൊന്നും ഇതിൽ പേടിക്കാനോ. നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഫേസിൻ്റെ മാറ്റം നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ മസാജ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ നോസിൻ്റെ സെൻറ്ററിൽ നിന്ന്, അതായത് നമ്മുടെ ചീക്ക് ബോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ, സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ചീക്ക് ബോണിൻ്റെ താഴെ കൂടെ കണ്ണിൻ്റെ താഴെ കൂടെ ടച്ച് ചെയ്ത് ചീക്ക് ബോണിൻ്റെ താഴെ കൂടെ നമ്മൾ റൊട്ടേറ്റിംഗ് മസാജ് ചെയിനായിട്ട് കൊടുക്കുകയാണ്. അതിപ്പോൾ ഞാൻ ചെയ്യുന്നത് നോക്കി ശ്രദ്ധിക്കുക, ആ പോയിന്റ് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇയറിൻ്റെ സെൻറ്ററിലുള്ള പ്രഷർ പോയിന്റ്, പിന്നെ ഇയറിൻ്റെ താഴെ ബാക്കിലുള്ള പ്രഷർ പോയിന്റിൽ കൂടെ ടച്ച് ചെയ്ത് നേരെ നമ്മുടെ നെക്കിൽ കൂടെ താഴെ നെക്കിൻ്റെ സെൻറ്ററിലുള്ള പോയിന്റിലേക്ക് നമ്മൾ ഡ്രെയിനേജ് പാത്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ഒരു ഹുക്ക് പോലെ പിടിച്ചിട്ട് നമ്മുടെ അണ്ടർ ഐയിൽ നമ്മൾ ഭയങ്കര ജെന്റിലായിട്ട് ഒരു മസാജസ് നമ്മുടെ പുരുകത്തിൻ്റെ സൈഡിലുള്ള പ്രഷർ പോയിന്റിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഞാനിത് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അണ്ടർ ഐ അല്ലെങ്കിൽ ഐയുടെ ചുറ്റിനും ചെയ്യുമ്പോൾ ഒട്ടും പ്രഷർ കൊടുക്കരുത്, ഭയങ്കര സിമ്പിളായിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പുരുകത്തിൻ്റെ മുകളിൽ, അതായത് നമ്മുടെ പുരുകത്തിൻ്റെ താഴെ നമ്മുടെ ഒരു ബോൺ ഉണ്ടല്ലോ, പിന്നെ എന്താ പറയുക ഐക്ക് ചുറ്റുമുള്ള ബോൺ, ആ ബോണിൽ കൂടെയാണ് നമ്മൾ ആ മസാജ് സെയിം നമ്മൾ ഐയുടെ ഇന്നർ കോർണറിൽ നിന്ന് പുരുകത്തിൻ്റെ ഔട്ടർ കോർണറിലുള്ള പ്രഷർ പോയിന്റിലേക്ക് കൊടുക്കുന്നത്. അതിനുശേഷം അതായത് നമ്മുടെ തേർഡ് ഐ പറയില്ലേ, തേർഡ് ഐയിൽ നിന്ന് നമ്മൾ 1 സൈഡ് ഫോർഹെഡിൽ കൂടെ വന്നിട്ട് അതേ പോയിന്റിലേക്ക് വന്ന് പിന്നെ താഴേക്ക് വന്ന് ഡ്രെയിൻ ഔട്ട് കൊടുക്കുകയാണേ. ഇനി നിങ്ങൾക്ക് ഒരു വൗ എഫക്റ്റ് ആ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര സൂപ്പറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തു. ഞാനിപ്പോൾ ആ ഒരു മസാജ് ചെയ്ത വശം കുറച്ച് ഗ്ലോ ആയിട്ടുണ്ട്, കുറച്ച് യങ് ആയിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള മസാജസ് എല്ലാം സിമെട്രിക്കലായിട്ട് 2 സൈഡിലും കൊടുക്കണം. ഈ മസാജസ് നമ്മൾ ഫേസിൻ്റെ മറ്റേ സൈഡ്, നമ്മളിപ്പം ചെയ്യാതിരിക്കുന്ന സൈഡ് നമ്മൾ കൊടുക്കുക. സിമെട്രിക്കലായിട്ട് നമ്മുടെ ഫേസിന് എപ്പോഴും മസാജസ് കൊടുക്കാൻ ട്രൈ ചെയ്യണം. 2 കൈ കൊണ്ട് ഈക്വലായിട്ട് കൊടുക്കാൻ പറ്റുന്ന മസാജസൊക്കെ അങ്ങനെ കൊടുക്കുക. അതല്ല നമുക്ക് 2 കൈയും 1 സൈഡ് യൂസ് വരുന്നുണ്ടെങ്കിൽ 2 വശവും ഒരേപോലെ മസാജസ് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം ഇതേപോലെ തന്നെ നമ്മളിത് ചെയ്യാൻ നൈറ്റ് റുട്ടീനിൽ ചെയ്യാം. നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വട്ടം ചെയ്താൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്കങ്ങ് കിട്ടും എന്ന് വിചാരിക്കരുത്. നമ്മൾ ഡെയിലി റുട്ടീനിൽ നമ്മളിത് ഉൾപ്പെടുത്തി നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കെയറിങ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഏജ് വൈസ് നമുക്കുണ്ടാകുന്ന സെൽസിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ നമ്മളുടെ മസിൽ വീക്ക്നെസ്, സ്കിൻ സാഗ്നെസ്, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു പരിധി വരെ നമുക്കിത് കുറയ്ക്കാനായിട്ട് കഴിയും. പിന്നെ ഓരോരുത്തരുടെയും സ്കിന്നിനനുസരിച്ചിട്ടും ഓരോരുത്തരുടെയും ഹെൽത്തിനനുസരിച്ചിട്ടും ഒക്കെ ഈ കാര്യങ്ങളിലൊക്കെ റിസൾട്ടിൽ വ്യത്യാസം വരും. അതുപോലെ നമ്മൾ
എടുക്കേണ്ട ഫുഡ്, വൈറ്റമിൻസ്, അതേപോലെ വാട്ടർ, നല്ലോണം വെള്ളം കുടിക്കണം, അതേപോലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയ ഫുഡ്, നാച്ചുറലായിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം സപ്ലിമെൻറ്റ്സ് എടുക്കാൻ ശ്രമിക്കുക. അതിനനുസരിച്ചിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. നാച്ചുറലായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് ഏജ് വൈസ് ഒരു 35-40 ഏജുകളിലൊക്കെ നമ്മൾ എടുക്കേണ്ട ഫുഡുകൾ, സ്ത്രീകൾ പ്രത്യേകിച്ച് എടുക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് അതായത് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് ഓവറായാലും എക്സ്റ്റേണൽ സപ്ലിമെൻറ്റ്സ് ഓവറായാലും നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. നമുക്ക് ക്യാൻസർ അടക്കമുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെ വരാതെ നമ്മൾ ഏകദേശം നമ്മളൊന്ന് മോഡറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ എത്ര ദിവസം എടുക്കണം, എത്ര ഡോസ് എടുക്കണം എന്നുള്ളതൊക്കെ ഞാനൊന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ അറിയാൻ ആഗ്രഹമുള്ളത് സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് യങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ നമ്മുടെ ശരീരത്തെ എത്രത്തോളം ശ്രദ്ധിക്കും അതേപോലെ നമുക്ക് റിസൾട്ടും കിട്ടും.